പൂച്ചകളിലെ വയറിളക്കത്തെക്കുറിച്ചാണ് ഒരു മാന്യപ്രേക്ഷകൻ്റെ സംശയം. പൂച്ചകളിൽ വയറിളക്കം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആന്തരിക പരാതങ്ങൾ, അതായത് എൻഡോപാരസൈറ്റ്സ് തന്നെയാണ്. ആ വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വിരമരുന്നും കൊടുക്കുക എന്നുള്ളതല്ല, അതിലുപരി ഏത് വിരയാണ് എന്ന് മനസ്സിലാക്കണം. അത് ഒരു ക്ലിനിക്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്ലിനിക്കിൽ അതിൻ്റെ കാഷ്ടമെടുത്ത് മൈക്രോസ്കോപ്പിക്കൽ പരിശോധന നടത്തി അത് റൗണ്ട് വേമാണോ, ഹൂക്ക് വേമാണോ, പിൻവേമാണോ, വിബ് വേമാണോ, ടേപ്പ് വേമാണോ എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ വിരയ്ക്കും ഓരോ മരുന്നാണ്, വ്യത്യാസപ്പെട്ടിരിക്കും. അതിലേത് മരുന്നാണോ അഭികാമ്യം അത് അതിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ചുള്ള ഡോസ് ആ ഡോക്ടർ കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ചുള്ള മരുന്ന് തരും. അത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഇനി മറ്റ് കാരണങ്ങൾ ഇൻഫെക്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ ടോക്സോപ്ലാസ്മോസിസ്. ടോക്സോപ്ലാസ്മ എന്ന് പറഞ്ഞ പരാതം പൂച്ചകളുടെ കാഷ്ടത്തിൽ വളരെയേറെ കാണപ്പെടുന്നു. അത് പൂച്ചകൾക്ക് വയറിളക്കം ഉണ്ടാക്കുമെന്നെങ്കിലും പൂച്ചകൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ മനുഷ്യർക്ക് ഈ വയറിളക്കം പിടിച്ച പൂച്ചയുടെ കാഷ്ടം വിരലിൻ്റെ നഖത്തിനിടയ്ക്ക് ആകുകയും അത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോക്സോപ്ലാസ്മോസിസ് എന്ന അതിഭീകരമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗയാഡിയ എന്നൊരു ഏകകോശ ജീവിയുണ്ട്, ഒരു സിംഗിൾ ഓർഗൻ പാരസൈറ്റ്. ഈ പാരസൈറ്റ് ഡയറിയ ഉണ്ടാക്കും പൂച്ചകൾക്ക്. അതും മറ്റൊരു കാരണമാണ്, നമ്മൾക്ക് പിടിക്കാവുന്ന അസുഖമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. പൂച്ചകൾക്ക് വയറിളക്കം ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ച് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി ചികിത്സ കൊടുക്കുക.